ചില ആർത്തവങ്ങൾ അത് ഇടവിട്ട് അവർക്കത് 15 ദിവസത്തിന് ശേഷവും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ വിഷയത്തിൽ എങ്ങനെയാണ് ആ നോമ്പിനെ പരിഗണിക്കേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ ആർത്തവമുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ആർത്തവത്തിൽ അതിന്റെ ക്രമം തെറ്റി വരുന്ന ഘട്ടത്തിൽ ഇത് ഇസ്തിഹാദത്താണോ ആർത്തവമാണോ എന്ന് തിരിച്ചറിയുവാൻ പ്രധാനമായും 3 രീതികളാണ് അവലംബിക്കുവാനായിക്കൊണ്ട് ഇപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയെ പോലെയുള്ള ആളുകളൊക്കെ പറയാറുള്ളത്. ഒന്ന്, ഇവർക്ക് റമദാന്റെ മുമ്പോ അല്ലെങ്കിൽ മറ്റു സമയങ്ങളിൽ ക്രമമായി കൊണ്ട് ആർത്തവം ഉണ്ടാകുന്ന ആളുകളാണ് എങ്കിൽ, ചിലപ്പോൾ മാസത്തിന്റെ തുടക്കത്തിലാകാം, അതല്ലെങ്കിൽ മധ്യത്തിലാകാം, അല്ലെങ്കിൽ അവസാനത്തിലാകാം, ഇങ്ങനെ ഉണ്ടായിരുന്ന ആളുകളാണ് എങ്കിൽ പിന്നീട് അത് ക്രമം തെറ്റി വരുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഏത് സമയത്തായിരുന്നോ അവർക്ക് ഇത്തരത്തിലുള്ള ബ്ലീഡിങ് ഉണ്ടാകാറുണ്ടായിരുന്നത് ആ സമയത്ത് ഉണ്ടാകുന്നതിനെ ആർത്തവമായി പരിഗണിക്കുകയും ബാക്കിയുള്ള സമയത്തെ രോഗമായി പരിഗണിച്ചുകൊണ്ട് നോമ്പ് നോൽക്കുകയും നിസ്കരിക്കുകയൊക്കെ വേണ്ടത് എന്നതാണ് ഒരു അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം, ഈ രൂപത്തിൽ തുടക്കത്തിന്റെ പ്രത്യേകിച്ചൊരു ആദത്ത് അഥവാ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു പതിവ് ഇല്ല, അത് ക്രമം തെറ്റിക്കൊണ്ട് വരുന്ന രീതിയാണ് ആദ്യമേ ഉള്ളത് എങ്കിൽ, അവിടെ രണ്ടാമത് പറഞ്ഞത് ആർത്തവ രക്തവും അതുപോലെ തന്നെ രോഗത്തിന്റെ ഭാഗമായി കൊണ്ടുണ്ടാവുന്ന രക്തവും തമ്മിൽ വേർതിരിച്ചറിയുവാനുള്ള മാനദണ്ഡങ്ങൾ പരിഗണിക്കുക എന്നതാണ്. ആർത്തവ രക്തം ഒരിക്കലും തന്നെ അത് കട്ട പിടിക്കുകയില്ല, മാത്രമല്ല അതിന് ദുർഗന്ധം ഉണ്ടായിരിക്കും, മാത്രമല്ല അതിന്റെ നിറം മറ്റു രക്തത്തെ അപേക്ഷിച്ച് മാറ്റവും ഉണ്ടായിരിക്കും എന്നതാണ് ആ വിഷയത്തിൽ ഫുഖഹാക്കൾ ചർച്ച ചെയ്യുന്നിടത്ത് കാണാൻ കഴിയുന്നത്. എന്നാൽ രോഗത്തിന്റെ ഭാഗമായുള്ള രക്തങ്ങൾ അതിന്റെ നിറത്തിലും അതിന്റെ ഘടനയിലും ഒക്കെ മാറ്റമുള്ളത് കൊണ്ട് ഇത് ഏതാണ് എന്ന് ആ നിലക്ക് തിരിച്ചറിയുവാനുള്ള ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ആ നിലക്കും ആർത്തവമാണ് എങ്കിൽ അത് ആർത്തവമായി കൊണ്ട് പരിഗണിക്കുന്നു, അല്ലാത്തതാണ് എങ്കിൽ അല്ലാത്ത രൂപത്തിൽ പരിഗണിക്കുന്നു. മൂന്നാമത്, ഇനി അങ്ങനെയും ഉള്ള സാധ്യത നിലനിൽക്കില്ല എങ്കിൽ അവസാനമായി ചെയ്യാനുള്ളത് തന്റെ മാതാവിന്റെയും അതല്ലെങ്കിൽ സഹോദരിമാരുടെയും ഒക്കെ ആർത്തവവുമായി ബന്ധപ്പെട്ട ആർത്തവ ചക്രത്തെ കുറിച്ച് പഠിക്കുകയും ആ രൂപത്തിൽ ഇതിനെ കണക്കാക്കുകയുമാണ് വേണ്ടത് എന്നാണ്. ഏറ്റവും അവസാനമായി കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞ മറ്റൊരു അഭിപ്രായം കാണാൻ കഴിയുന്നത്, ഇതിനൊന്നും സാധിക്കുന്നില്ല എങ്കിൽ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് 6 ദിവസം മുതൽ 7 ദിവസം വരെയൊക്കെയാണ് ആർത്തവം ഉണ്ടാകാറുള്ളത് എന്നതിനാൽ അത് മാസത്തിന്റെ തുടക്കത്തിലോ മധ്യത്തിലോ അവസാനത്തിലോ അതിനെ കണക്കാക്കി ആ ദിവസങ്ങൾ ശുദ്ധി ആവശ്യമുള്ള ഇബാദത്തുകളിൽ നിന്ന് വിട്ടുനിന്ന് ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇബാദത്തുകളിലായിക്കൊണ്ട് ഏർപ്പെടുക എന്ന അഭിപ്രായമാണ് ആ വിഷയത്തിൽ സൂചിപ്പിച്ചതായിക്കൊണ്ട് കാണാൻ കഴിയുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലാഹു അഅലം.